നിങ്ങൾക്കെൻ്റെ നമസ്കാരം. മലയാളം ക്രൈം ത്രില്ലർ കൊലയാളിയുടെ 62-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. സജിത്ത് ശങ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഓരോ ദിവസവും പുതിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. അപകടസ്ഥലത്ത് കണ്ടെത്തിയ അടയാളവും അമീറിൽ നിന്നും ലഭിച്ച വിവരവും അന്വേഷണത്തെ പുതിയ വഴിയിലേക്ക് നയിക്കുകയാണ്. കൃഷ്ണഗിരിയിലെ തർക്കം സാധാരണ സംഭവമാണോ, അതോ കൊലപാതകത്തിലേക്കുള്ള ആദ്യ സൂചനയോ? നമുക്ക് കേൾക്കാം. കൊലയാളി 62-ാം ഭാഗം. ജീവനും സംഘവും ക്രൈം സീനിൽ എത്തി. 8-ാം വളവ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആദ്യമുള്ള കൾവേർട്ടിനും അപ്പുറത്താണ് വാഹനം കിടക്കുന്നത്. ഒരു വശം ഉയർന്ന പാറക്കെട്ടുകളാണ്, ഒരു വശം ഗർത്തവും. അപ്പോഴേക്കും റോഡിൻ്റെ ഒരു വശം തിങ്ങി നിറഞ്ഞ് ജനങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും വിവരമറിഞ്ഞു വന്നവരാണ്. അതിനുവേണ്ടി തന്നെ ബസ്സുകൾ അവിടെ നിർത്തിക്കൊടുക്കേണ്ടി വരികയും ചെയ്തു. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ഒരു വഴിയിലൂടെ വളരെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങളെ നിയന്ത്രിച്ച് കടത്തിവിട്ടുകൊണ്ടിരുന്നത്. അതിനായി തന്നെ 2 പോലീസുകാരുടെ സേവനം അവിടെ വേണ്ടിവന്നു. ജനവാസ മേഖല കിലോമീറ്ററുകൾ ദൂരെയായിട്ട് പോലും അത്രയധികം ആളുകൾ അവിടെ എത്തിച്ചേരണമെങ്കിൽ സംഭവത്തിൻ്റെ പ്രാധാന്യം എത്രയുണ്ടെന്ന് സങ്കല്പിക്കാവുന്നതല്ലേ ഉള്ളൂ. പായിക്കാട്ട് നിന്നും സജിത്ത് ശങ്കറിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി കുറേ പേർ അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറേ അകലെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ ജീവന് അറിയാവുന്നത് ആദിയെ മാത്രമായിരുന്നു. സജിത്ത് ശങ്കറിൻ്റെ മകൻ. മുൻപൊരിക്കൽ എവിടെ നിന്നോ പരിചയപ്പെട്ടതാണ്. ജീവൻ ആരെയെങ്കിലും ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ അവരെ മറന്നു പോകില്ല. അവൻ്റെ നേരെ നോക്കാൻ പോലും തയ്യാറാകാതെ വളരെ തിടുക്കത്തിൽ തന്നെ ജീവൻ വാഹനത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? കൽപ്പറ്റയിൽ നിന്നും വന്ന പോലീസ് സൂപ്രണ്ടിന് സല്യൂട്ട് നൽകിയതിന് ശേഷം അവർ പെട്ടെന്ന് തന്നെ വാഹനത്തിൻ്റെ നേരെ നടന്നെടുത്തു. പ്രതീക്ഷിച്ചിരുന്നതിലും കാര്യമായ വ്യത്യാസങ്ങൾ ഒന്നും ഇല്ലാതെയാണ് സജിത്തിൻ്റെ മൃതദേഹം കാണപ്പെട്ടത്. മൃതദേഹത്തിൻ്റെ അവസ്ഥ മോഹനൻ സാർ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. അവർ വാഹനത്തിനുള്ളിൽ വിശദമായി പരിശോധന നടത്തി. പ്രധാനമായും പിൻ സീറ്റിലാണ് പരിശോധന നടന്നത്. അതിൻ്റെ കാരണം എന്ത് എന്നത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു. അതിനെപ്പറ്റി ബാക്കി ആരോടും ചർച്ച ചെയ്തതുമില്ല, ആരും ചോദിച്ചതുമില്ല. മുൻ സീറ്റും പരിസരവും വിശദമായി നേരത്തെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞതാണ്. പിന്നെ അവിടെ ഒരു പരിശോധനയുടെ ആവശ്യമില്ല. എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിച്ച് മയക്കുകയോ കൊല്ലുകയോ ചെയ്തതിന് ശേഷം തങ്ങളുടെ പതിവ് രീതി പ്രയോഗിച്ചതാണോ എന്നൊരു സംശയവും അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും മരുന്നുകളുടെ മണം ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ പരമാവധി അവർ പരിശ്രമിച്ചു നോക്കി. ഒന്നും ലഭിച്ചതായി അവരുടെ മുഖഭാവങ്ങളിൽ നിന്നും വ്യക്തമായില്ല. അടുത്തതായി അവർ കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് അടയാളമാണല്ലോ. അവർ അത് ഡ്രൈവർ സീറ്റിൽ തന്നെ കണ്ടെത്തി. 3-ൽ 1 എന്ന അടയാളം അവർക്ക് നേരെ നോക്കി പരിഹസിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. ഇപ്രാവശ്യം തിളങ്ങുന്ന അക്ഷരങ്ങളിലാണ് അക്കങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ പരിസരത്ത് നിന്നും വിരലടയാളം ലഭിക്കുമോ എന്ന പരിശോധന നടത്താൻ അവിടെ തന്നെ ഉണ്ടായിരുന്ന വിരലടയാള വിദഗ്ധരോട് ജീവൻ ആവശ്യപ്പെടുകയും ചെയ്തു. വാഹനം വിശദമായി പരിശോധിച്ചതിന് ശേഷം സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്ന വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അഭിപ്രായം കൂടി ജീവൻ ജോസ് ആരാഞ്ഞു. വാഹനത്തിന് ഇപ്പോഴും
തകരാറൊന്നും ഉള്ളതായി തോന്നുന്നില്ല. ഇവിടെ വരെ ഓടിച്ചു കൊണ്ടുവന്നത് തന്നെ ആയിരിക്കണം. ഇത്തരം വാഹനങ്ങൾ പരമാവധി സംരക്ഷണം യാത്രക്കാർക്ക് നൽകുന്ന തരമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ ഡ്രൈവ് ചെയ്ത് വരാൻ കഴിയും. സ്ഥിരമായി ഉപയോഗിക്കാത്തവർക്ക് ഈ വാഹനം ഓടിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് മാത്രം. അപ്പോൾ പിന്നെ സജിത്തല്ല ഈ വാഹനം ഇവിടെ വരെ ഓടിച്ചു കൊണ്ടുവന്നതെങ്കിൽ തീർച്ചയായും വിദഗ്ധനായ ഒരു ഡ്രൈവർ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകും. അത് നന്ദനായിരിക്കാം, അല്ലെങ്കിൽ നിഷാദായിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരാളുമാകാം. അവരുടെ പരിശോധന കഴിഞ്ഞതിന് ശേഷം അവർ നേരെ പോയത് കൽപ്പറ്റയ്ക്കാണ്. തന്ത്രപൂർവം നന്ദനെ കാണാൻ കഴിയുമോ എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഈ സംഭവം നടന്ന സ്ഥിതിക്ക് നന്ദൻ അതിൽ പങ്കാളി കൂടിയാണെങ്കിൽ ഇന്ന് അവനെ കാണാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, പോകുന്ന വഴി തന്നെ അവർ ലക്ഷ്യമൊന്ന് മാറ്റിപ്പിടിച്ചു. നേരെ പോയി ഹസനാരെ കാണാനും അയാളോട് ഒന്ന് സംസാരിക്കാനുമായിരുന്നു ജീവൻ്റെ പദ്ധതി. ഹസനാരെ കാണുക മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും പുറമേയുള്ള ആർക്കെങ്കിലും വണ്ടിക്കുള്ളിൽ കയറാൻ കഴിയുമോ എന്നുകൂടി നോക്കണമായിരുന്നു. അതും CCTVയുടെ ശ്രദ്ധാപരിധിയിൽ പെടാതെ കഴിയുമോ എന്നതാണ് പ്രധാനം. അതുകൂടി നോക്കണമായിരുന്നു. അതുകൂടി ലക്ഷ്യം വെച്ചാണ് അവർ ഹസനാരുടെ വീട്ടിലെത്തിയത്. അന്ന് അതുവരെ 2 പോലീസ് സംഘങ്ങൾ ഇതിനെപ്പറ്റി ചോദിക്കാൻ തന്നെ അയാളുടെ വീട്ടിലെത്തിയിരുന്നു. അതുകൊണ്ട് ഇനിയും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കുകൂടി സൗകര്യമാകട്ടെ എന്ന് കരുതി ഹസനാർ അന്ന് പുറത്തേക്ക് പോയതേയില്ല. മാത്രവുമല്ല, സജിത്തിൻ്റെ മരണം അയാളെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും ചെയ്തു. ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മരണം ഉണ്ടാക്കിയ ഞെട്ടൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം തൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയ പോക്കിലാണ് അയാൾ കൊല്ലപ്പെട്ടത് എന്നത് രണ്ടാമത്തെ ദുഃഖം. താൽക്കാലികമായി എങ്കിലും സമൂഹത്തിന് മുൻപിൽ ഇപ്പോൾ താനും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമല്ലോ എന്നതാണ് അയാൾ പുറത്തിറങ്ങാത്തതിന് മറ്റൊരു പ്രധാന കാരണം. ജീവനും സംഘവും ആദ്യം ചോദിച്ച ചോദ്യങ്ങളൊക്കെ അയാൾ എവിടെയും പോകാത്തതുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരുന്നു. തിരക്കുള്ള മനുഷ്യനായിട്ടുകൂടി എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല എന്നായിരുന്നു ചോദ്യം. എന്തുകൊണ്ട് കമ്പനിയിലേക്ക് പോയില്ല എന്നതൊക്കെ ആദ്യം ചോദിച്ചുവെങ്കിലും അതിനൊക്കെ കൃത്യമായ ഉത്തരങ്ങൾ ഹസനാരുടെ പക്കൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുക്കാതിരുന്നത് എന്ന ചോദ്യത്തിനും കൃത്യമായി അയാൾ ഉത്തരം കൊടുത്തു. മീറ്റിംഗ് ഉണ്ടെന്ന് മാത്രമേ അപ്പോൾ അറിഞ്ഞിരുന്നുള്ളൂ. ഇതിന് മുൻപത്തെ വർഷം പോയപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വരാനുള്ള ടിക്കറ്റ് എടുത്തത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ്. ബാംഗ്ലൂരിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഒരു ദിവസം തങ്ങാറുള്ളതുകൊണ്ട് കൂടിയാണ് മടക്ക ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാത്തത്. ബാംഗ്ലൂരിലുണ്ടായിരുന്ന സുഹൃത്തിൻ്റെ പേരും അയാളുടെ ജോലിയും മറ്റു വിവരങ്ങളും എല്ലാം വിശദമായി ഹസനാർ ജീവനും സംഘത്തിനും കൈമാറി. അത്രയും സമയം ചോദ്യം ചെയ്തതിൽ നിന്നും ഹസനാർക്ക് എന്തെങ്കിലും മനസ്സറിവ് സജിത്തിൻ്റെ കൊലപാതകത്തിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന യാതൊന്നും അവർക്ക് ലഭിച്ചില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയണമായിരുന്നു. അപ്രതീക്ഷിതമായി സുഹൃത്തും അയാളുടെ ഡ്രൈവറും കൂടി വീട്ടിലേക്ക് എത്തിയതാണല്ലോ. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യാനുള്ള വിവരം നിങ്ങൾ നേരത്തെ ബീവിയെ അറിയിക്കേണ്ടതായിരുന്നില്ലേ?
അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും സമയം ഇവിടെ കാത്തുകിടക്കേണ്ട ആവശ്യമുണ്ടാകുമായിരുന്നോ? അതോ നിങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നില്ലേ? അല്പം പോലും ആലോചിക്കുകയോ താമസിക്കുകയോ ചെയ്യാതെ മറുപടി വന്നു. മൈസൂർ വിട്ടപ്പോൾ ഞാൻ വിളിച്ച് വിവരം ബീവിയോട് പറഞ്ഞതാണ്. ഊണിവിടെ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. വാഹനം ഓടിച്ചു വന്നവർക്ക് അല്പം വിശ്രമം ആവശ്യമുണ്ടല്ലോ. അത്രയും സമയം മാത്രമേ അവർ ഇവിടെ തങ്ങിയുള്ളൂ. 1 മണിക്കൂറിനടുത്ത്. കൃത്യമായി പറയണമെങ്കിൽ അതും പറയാം. 1 മണിക്കൂറിൽ നിന്നും 2 മിനിറ്റ് കൂടി കൂടിയിട്ടുണ്ടാവും. അത്രയും സമയമേ അവരിവിടെ ആകെ തങ്ങിയുള്ളൂ. സജിത്തുമായി നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ളതാണല്ലോ. ഇതിനു മുൻപ് ഇവിടെ വരികയും താമസിക്കുകയും ചെയ്തിട്ടുണ്ടോ? സജിത്ത് ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്. താമസിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ട്. ഇന്നലെ ആ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലം ഞങ്ങൾക്ക് ഒന്നുകൂടി കാണണം. അവരെല്ലാവരും എഴുന്നേറ്റു. അവർക്ക് മുൻപേ തന്നെ ഹസനാരും പുറത്തേക്കിറങ്ങി. വാഹനം കിടന്ന സ്ഥലത്തും CCTV ഉണ്ടായിരുന്ന സ്ഥലത്തും വിശദമായി അവർ പരിശോധന നടത്തി. അവർ അവിടം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഹസനാരുടെ ഒരു സഹോദരൻ അങ്ങോട്ട് വന്നു. അയാളുടെ പേര് അമീർ എന്നാണ്. അമീർ ഹസനാരോട് ചോദിച്ചു, രാവിലെ മുതൽ ഇക്കായുടെ അടുത്തേക്ക് കാക്കിക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവർ വെറുതെ വരുന്നവരല്ലല്ലോ. എന്തായിക്കാ പ്രശ്നം? എനിക്ക് കൂടി അറിയാവുന്നതാണോ? ഹസനാർ അയാളോട് കാര്യം പറഞ്ഞു. ഇന്നലെ ഇക്കയുടെ അടുത്ത് വന്ന ലംബോർഗിനി കാറുകാരുടെ കാര്യമാണോ പറയുന്നത്? അവർ വണ്ടി കൃഷ്ണഗിരിയിൽ നിർത്തി ഒരു ലോറിക്കാരനുമായി തർക്കിക്കുന്നുണ്ടായിരുന്നല്ലോ. നീ എപ്പോഴാണ് അത് കണ്ടത്? അത് ഇന്നലെ ഇവിടെ വന്ന കാറുകാർ തന്നെ ആണെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുള്ള കാര്യമേ പറയാവുള്ളൂ. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് കുടുങ്ങാൻ നിൽക്കണ്ട. സ്വതവേ തന്നെ അല്പം ശബ്ദം കൂട്ടി പറയുന്നയാളാണ് അമീർ. അതയാളുടെ കേൾവിക്കുറവ് കൊണ്ടാണോ അതോ സ്വഭാവം അങ്ങനെ തന്നെയാണോ എന്നൊന്നും അറിയില്ല. ഹസനാർ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അമീർ പിന്നെയും പറഞ്ഞു, ഇവിടെ വന്നിട്ട് പോയവർ തന്നെ. അവർ ഇവിടെ നിന്ന് പോയ ഉടനെ തന്നെയല്ലേ ഞാൻ മീനങ്ങാടിക്ക് പോയത്? ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടതല്ലേ. ഇക്കയുടെ അടുത്ത് വന്നവരെ ഞാൻ പിന്നെ ശ്രദ്ധിക്കാതിരിക്കില്ലല്ലോ. അവർ തമ്മിലുള്ള സംഭാഷണം എന്താണെന്ന് ജോസ് മാത്യുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജീവനും സംഘത്തിനും അതിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ? അമീർ പറയുന്നത് സത്യം തന്നെ ആയിരിക്കുമോ അതോ അയാളുടെ തോന്നലായിരിക്കുമോ? വെറുതെ ഒരു ലോറിക്കാരനുമായി തർക്കിക്കേണ്ട കാര്യം സജിത്തിനും സജിക്കും ഉണ്ടോ? കൊലയാളി എന്ന നോവലിൻ്റെ 62ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അമീർ പറഞ്ഞ കൃഷ്ണഗിരിയിലെ സംഭവത്തിന് പിന്നിലെ സത്യം എന്തായിരിക്കും? ആ ലോറി ഡ്രൈവറെ കണ്ടെത്താൻ ജീവനു സംഘത്തിന് കഴിയുമോ? അതോ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മറ്റൊരു ശ്രമം മാത്രമാണോ ഇത്? ഇതൊക്കെയുമുള്ളതിൻ്റെ ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഓർക്കുമല്ലോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ? 63ാം ഭാഗവുമായി മറ്റന്നാൾ ഇതേ സമയം നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.